അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 1. ക്രിസ്തു യേശുവിന്റെ ദാസനും സുവിശേഷത്തിനു വേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനുമായ പൗലോസ്, ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരുമായ റോമിലുള്ള എല്ലാവർക്കും എഴുതുന്നത്. തന്റെ പുത്രനെക്കുറിച്ചുള്ള ഈ സുവിശേഷം ദൈവം തന്റെ പ്രവാചകന്മാർ മുഖേന മുമ്പ് തിരുവെഴുത്തുകളിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ വംശത്തിൽ ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ പ്രഖ്യാപിക്കപ്പെട്ടവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ് ഈ സുവിശേഷം. അദ്ദേഹത്താൽ അവിടുത്തെ നാമത്തിനു വേണ്ടി സകല ജനതകളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തുവാനാണ് ഞങ്ങൾക്ക് കൃപയും അപ്പോസ്തലത്വവും ലഭിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിശ്വാസം ലോകത്തിൽ എല്ലായിടത്തും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു മുഖേന എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ എപ്പോഴും ഓർത്തുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ ദൈവഹിതത്താൽ വഴി തുറന്നു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ സർവാത്മന സേവിക്കുന്ന ദൈവം ഇതിന് സാക്ഷി. നിങ്ങളെ ശക്തീകരിക്കുവാൻ എന്തെങ്കിലും ആത്മീയവരം നൽകുന്നതിനാണ് ഞാൻ നിങ്ങളെ കാണുവാൻ അതിയായി ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്റെയും നിങ്ങളുടെയും വിശ്വാസത്താൽ നമുക്ക് പരസ്പരം പ്രോത്സാഹനം ലഭിക്കുവാനിടയാകും. സഹോദരരെ, എനിക്ക് മറ്റ് ജനതകളിൽ നിന്നെന്ന പോലെ നിങ്ങളിൽ നിന്നും ഒരു വിളവെടുപ്പുണ്ടാകുന്നതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ പലതവണ ഒരുങ്ങി. എന്നാൽ ഇതുവരെയും എനിക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരുന്നത് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗ്രീക്കുകാരെന്നോ ഗ്രീക്കുകാരല്ലാത്തവരെന്നോ ജ്ഞാനികളെന്നോ മൂഢരെന്നോ ഭേദം കൂടാതെ എല്ലാവർക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആദ്യം യഹൂദനും പിന്നെ യഹൂദേതരനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അതിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്നതാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നതുപോലെ തന്നെ അധർമ്മം കൊണ്ട് സത്യത്തെ എതിർക്കുന്ന സകല ദൈവനിഷേധത്തിനും ദുഷ്ടതയ്ക്കും എതിരെ ദൈവകോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചറിയാൻ സാധ്യമായതെല്ലാം അവർക്ക് വ്യക്തമായിരിക്കുന്നു. കാരണം ദൈവം അതെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ലോകസൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യമായ നിത്യശക്തിയും ദിവ്യ സ്വഭാവവും അവിടുത്തെ സൃഷ്ടികളിലൂടെ കണ്ടു മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ മനുഷ്യന് യാതൊരു ഒഴിവു കഴിവും പറയാൻ സാധ്യമല്ല. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന നിലയിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. അവരുടെ യുക്തിചിന്ത ഫലശൂന്യമായി, അവരുടെ മൂഢഹൃദയം ഇരുളടഞ്ഞതായി. വിവേകികൾ എന്ന് സ്വയം അവകാശപ്പെട്ടുവെങ്കിലും അവർ മൂഢരായി തീർന്നു. അനശ്വരനായ ദൈവത്തിന് നൽകേണ്ട മഹത്വം അവർ നശ്വരനായ മനുഷ്യന്റെയും പക്ഷി, മൃഗം, ഇഴജന്തു എന്നിവയുടെയും സാദൃശ്യത്തിലുള്ള രൂപങ്ങൾക്ക് നൽകി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയത്തിലെ പാപമോഹങ്ങളിൽ അന്യോന്യം ശരീരങ്ങളെ നികൃഷ്ടമാക്കുന്ന ലൈംഗികാശുദ്ധിയിലേക്ക് വിട്ടുകളഞ്ഞു. അവർ ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റി. സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. സ്രഷ്ടാവായ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇതുനിമിത്തം ദൈവം അവരെ നികൃഷ്ട മോഹങ്ങളിലേക്ക് വിട്ടുകളഞ്ഞു. അവരുടെ സ്ത്രീജനങ്ങൾ പോലും സ്വാഭാവിക വേഴ്ചയ്ക്ക് പകരം സ്വഭാവ വിരുദ്ധമായത് സ്വീകരിച്ചു. അതുപോലെ സ്ത്രീകളോടുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ച് പുരുഷന്മാരും കാമാസക്തരായി പരസ്പരം ഹീനകൃത്യങ്ങളിൽ മുഴുകി. തങ്ങളുടെ ലൈംഗിക വൈകൃതത്തിന് യോഗ്യമായ ശിക്ഷ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിലനിൽക്കുന്നത് ഉചിതമെന്ന് അവർ കരുതിയില്ല. അതുകൊണ്ട് ദൈവം അവരെ അരുതാത്തത് ചെയ്യുന്ന അധമബുദ്ധിയിലേക്ക് വിട്ടുകളഞ്ഞു. അവർ എല്ലാവിധ അധർമ്മവും ദോഷവും അത്യാഗ്രഹവും നികൃഷ്ടതയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഷണ്ഠ, വഞ്ചന, ദുഷ്ടത എന്നിവയാൽ നിറഞ്ഞവർ. വ്യർത്ഥ സംസാരക്കാരും പരദൂഷകരും ദൈവദ്വേഷികളും നിഷ്ഠൂരരും ഗർവിഷ്ഠരും ആത്മപ്രശംസക്കാരുമത്രേ അവർ. തിന്മയുടെ പുതിയ വഴികൾ അവർ കണ്ടുപിടിക്കുന്നു. അവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവരും അവിവേകികളും വിശ്വാസവഞ്ചകരും ഹൃദയശൂന്യരും നിർദ്ദയരുമാണ്.
ഇങ്ങനെയുള്ളവർ മരണയോഗ്യർ എന്ന ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവർ ഇക്കാര്യങ്ങൾ തന്നെ തുടർന്ന് ചെയ്യുകയും അപ്രകാരം ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 2. ആകയാൽ മറ്റുള്ളവനെ വിധിക്കുന്ന മനുഷ്യ, നീ ആരായാലും നിനക്ക് ഒഴിവ് കഴിവൊന്നുമില്ല. കാരണം നീ ഏത് കാര്യത്തിന് മറ്റൊരാളെ വിധിക്കുന്നുവോ അതേ കാര്യത്തിൽ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അതേ കാര്യം പ്രവർത്തിക്കുന്നുവല്ലോ. ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്കെതിരായുള്ള ദൈവത്തിന്റെ ന്യായവിധി സത്യത്തിൽ അധിഷ്ഠിതമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അന്യരെ വിധിക്കുകയും അതേ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വെറുമൊരു മനുഷ്യനായ നീ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും തെറ്റിയൊഴിയാമെന്ന് ചിന്തിക്കുന്നുവോ? ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുവെന്നറിയാതെ നീ അവിടുത്തെ സമൃദ്ധമായ കരുണ, സഹിഷ്ണുത, ദീർഘക്ഷമ എന്നിവയെ അവഗണിക്കുന്നുവോ? നിന്റെ ശാഠ്യവും അനുതാപമില്ലാത്ത ഹൃദയവും നിമിത്തം ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ക്രോധ ദിവസത്തേക്ക് നീ നിനക്ക് തന്നെ ദൈവക്രോധം ശേഖരിച്ചു. നിന്റെ ശാഠ്യവും അനുതാപമില്ലാത്ത ഹൃദയവും നിമിത്തം ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ക്രോധ ദിവസത്തേക്ക് നീ നിനക്ക് തന്നെ ദൈവക്രോധം ശേഖരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ഓരോരുത്തനും അവനവൻ ചെയ്തിട്ടുള്ളതിന് തക്കവണ്ണം പകരം നൽകും. നിരന്തരം നന്മ ചെയ്തുകൊണ്ട് മഹത്വവും മാനവും അനശ്വരതയും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ നൽകും. എന്നാൽ സ്വാർത്ഥം തേടുകയും സത്യം നിരസിച്ച് തിന്മ പിന്തുടരുകയും ചെയ്യുന്നവർക്കെതിരെ കോപവും ക്രോധവും ഉണ്ടാകും. തിന്മ ചെയ്യുന്ന ഏതു മനുഷ്യനും ആദ്യം യഹൂദനും പിന്നെ വിജാതീയനും കഷ്ടതയും യാതനയും ഉണ്ടാകും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദനും പിന്നെ വിജാതീയനും മഹത്വവും ബഹുമാനവും സമാധാനവും ലഭിക്കും. ദൈവത്തിന് പക്ഷഭേദമില്ലല്ലോ. ന്യായപ്രമാണം ലഭിക്കാതെ പാപം ചെയ്തവരെല്ലാം ന്യായപ്രമാണം കൂടാതെ തന്നെ നശിക്കും. ന്യായപ്രമാണം ഉണ്ടായിട്ടും പാപം ചെയ്തവരെല്ലാം ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ. അതനുസരിക്കുന്നവരാണ് നീതിമാന്മാരായി അംഗീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം ഇല്ലാത്തവരായ വിജാതീയർ ന്യായപ്രമാണം അനുശാസിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി ചെയ്യുമ്പോൾ അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമായി തീരുന്നു. അവരുടെ മനസാക്ഷി ഇതിന് സാക്ഷ്യം വഹിച്ചും അവരുടെ ചിന്തകൾ അവരെ കുറ്റപ്പെടുത്തുകയോ നീതീകരിക്കുകയോ ചെയ്തും കൊണ്ടും ന്യായപ്രമാണം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായി അവർ വ്യക്തമാക്കുന്നു. ദൈവം സകല മനുഷ്യരുടെയും രഹസ്യങ്ങളെ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിനനുസരണമായി യേശുക്രിസ്തുവിലൂടെ ന്യായം വിധിക്കുന്ന ദിവസത്തിൽ ഇത് സംഭവിക്കും. എന്നാൽ നീ നിന്നെ തന്നെ യഹൂദൻ എന്ന് വിളിക്കുന്നു. ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് നീ ആത്മപ്രശംസ ചെയ്യുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിച്ചതിന്റെ ഫലമായ ദൈവഹിതം തിരിച്ചറിയുകയും ശ്രേഷ്ഠമായത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സാരാംശം ലഭിച്ചിട്ടുള്ളതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടിയും ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചവും മൂഢർക്ക് അധ്യാപകനും ശിശുക്കൾക്ക് ഉപദേഷ്ടാവും ആണെന്ന് നീ ഭാവിക്കുന്നു. ഇത് വാസ്തവമെങ്കിൽ അന്യരെ ഉപദേശിക്കുന്ന നീ എന്തുകൊണ്ട് നിന്നെ തന്നെ ഉപദേശിക്കുന്നില്ല? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് ജനങ്ങളോട് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തെപ്പറ്റി ആത്മപ്രശംസ ചെയ്യുന്ന നീ ന്യായപ്രമാണം ലംഘിച്ചുകൊണ്ട് ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവനാമം വിജാതീയരുടെ ഇടയിൽ നിന്ദിക്കപ്പെടുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നീ ന്യായപ്രമാണം പാലിക്കുന്നുവെങ്കിൽ പരിച്ഛേദനം പ്രയോജനമുള്ളതാകും. ന്യായപ്രമാണം ലംഘിച്ചാൽ നീ പരിച്ഛേദനമേൽക്കാത്തവന് തുല്യനാകും. പരിച്ഛേദനം സ്വീകരിച്ചിട്ടില്ലാത്തവർ ന്യായപ്രമാണത്തിലെ വിധികൾ അനുസരിക്കുന്നുവെങ്കിൽ പരിച്ഛേദനമുള്ളവരെപ്പോലെ അവർ പരിഗണിക്കപ്പെടുകയില്ലേ? നിനക്കെഴുതപ്പെട്ട ന്യായപ്രമാണവും പരിച്ഛേദനവും ഉണ്ടെങ്കിൽ തന്നെയും നീ ന്യായപ്രമാണം ലംഘിക്കുന്നുവെങ്കിൽ ശാരീരികമായി പരിച്ഛേദനം ഏൽക്കാതെ തന്നെ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ നിന്നെ കുറ്റം വിധിക്കും. പുറമെ യഹൂദനായിരിക്കുന്നവൻ യഹൂദനല്ല. യഥാർത്ഥ പരിച്ഛേദനം കേവലം ബാഹ്യവും ശാരീരികവുമല്ല. അകമേ യഹൂദനായവൻ മാത്രമാണ് യഹൂദൻ. അക്ഷരാർത്ഥത്തിലുള്ളതല്ല, ആത്മാവിനാൽ ഹൃദയത്തിലുണ്ടാകുന്നതാണ് ശരിയായ പരിച്ഛേദനം. അതുള്ളവന് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് തന്നെ പുകഴ്ച ലഭിക്കും.
അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 3. അങ്ങനെയെങ്കിൽ യഹൂദന് എന്താണ് മേന്മ? അഥവാ പരിച്ഛേദനം കൊണ്ട് എന്ത് പ്രയോജനം? എല്ലാവിധത്തിലും വളരെയുണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അതുകൊണ്ടെന്ത്? അവരുടെ വിശ്വാസരാഹിത്യം ദൈവത്തിന്റെ വിശ്വസ്തതയെ നിഷ്ഫലമാക്കുമോ? ഒരിക്കലുമില്ല. എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരാണെങ്കിലും ദൈവം സത്യവാനായിരിക്കട്ടെ. അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാനെന്ന് തെളിയിക്കപ്പെടുവാനും ന്യായവിസ്താരത്തിൽ അങ്ങ് വിജയിക്കുവാനും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ വ്യക്തമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? തന്റെ കോപം നമ്മുടെ മേൽ വരുത്തുന്നതുകൊണ്ട് ദൈവം അനീതിയുള്ളവനെന്നോ? മാനുഷികമായൊരു വാദം ഞാൻ ഉന്നയിക്കുകയാണ്. ഒരിക്കലുമില്ല. അങ്ങനെയെങ്കിൽ ദൈവം എങ്ങനെ ലോകത്തെ വിധിക്കും? എന്റെ അസത്യം ദൈവത്തിന്റെ സത്യത്തെ പരിപോഷിപ്പിച്ച് അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ എന്നെ ഒരു പാപിയെന്ന് വിധിക്കുന്നത് എന്തിന് എന്ന് ചിലർ വാദിച്ചേക്കാം. അങ്ങനെയെങ്കിൽ നന്മ വരേണ്ടതിന് നമുക്ക് തിന്മ പ്രവർത്തിക്കാം എന്നുകൂടി പറയരുതോ? ഞങ്ങൾ ഇങ്ങനെ പറയുന്നതായി ചിലർ ആരോപിക്കുന്നു. അവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുക്തം തന്നെ. അതുകൊണ്ടെന്ത്? യഹൂദരായ നമുക്ക് എന്തെങ്കിലും മേന്മയുണ്ടോ? ഒന്നും തന്നെയില്ല. നാം മുമ്പ് പറഞ്ഞതുപോലെ യഹൂദരും വിജാതീയരുമെല്ലാം ഒരുപോലെ പാപത്തിന് അധീനരാണ്. നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല. ഗ്രഹിക്കുന്നവൻ ആരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരുമില്ല. എല്ലാവരും വഴിതെറ്റി ഒന്നടങ്കം കൊള്ളരുതാത്തവന്മാരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരാൾ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, അവരുടെ നാവ് വഞ്ചന പ്രവർത്തിക്കുന്നു, അവരുടെ അധരങ്ങളിൽ അണലി വിഷമുണ്ട്. ശാപവും കയ്പും അവരുടെ വായിൽ നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാലുകൾ രക്തം ചൊരിയാൻ തിടുക്കം കൂട്ടുന്നു. നാശവും ദുരിതവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിന്റെ മാർഗം അവരറിയുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണം പറയുന്നതെല്ലാം അതിന് കീഴിലുള്ളവരോടാണ് എന്ന് നമുക്കറിയാം. എല്ലാ അധരങ്ങളും നിശബ്ദമാകുവാനും ലോകം മുഴുവൻ ദൈവത്തോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുവാനും തന്നെ. അതിനാൽ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ആരും അവിടുത്തെ മുമ്പിൽ നീതിമാനാവുകയില്ല. ന്യായപ്രമാണം മുഖേന ലഭിക്കുന്നത് പാപത്തെക്കുറിച്ചുള്ള ബോധം മാത്രമാണ്. എന്നാൽ ഇപ്പോഴാകട്ടെ ദൈവത്തിൽ നിന്നുള്ള നീതി ന്യായപ്രമാണം കൂടാതെ പ്രത്യക്ഷമായിരിക്കുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നുള്ള ഈ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ലഭ്യമാകുന്നത്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. എങ്കിലും അവിടുത്തെ കൃപയാൽ ക്രിസ്തു യേശു മുഖേനയുള്ള വീണ്ടെടുപ്പിലൂടെ അവർ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. യേശുവിനെ പാപപരിഹാര യാഗമാകുവാൻ ദൈവം നിയോഗിച്ചു. അവിടുത്തെ രക്തത്തിലുള്ള വിശ്വാസത്താലാണ് അത് ഫലപ്രദമാകുന്നത്. തന്റെ നീതി വെളിപ്പെടുത്തുന്നതിനാണ് ദൈവം അങ്ങനെ ചെയ്തത്. മുൻകാല പാപങ്ങൾക്ക് ദൈവം ശിക്ഷ വിധിച്ചില്ലെങ്കിലും അവിടുന്ന് സ്വയം നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നുവെന്നും ഇവിടെ വ്യക്തമാകുന്നു. അങ്ങനെയെങ്കിൽ പ്രശംസ എവിടെ? അത് നീങ്ങിപ്പോയിരിക്കുന്നു. ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ? കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെയോ? അല്ല, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അങ്ങനെ ന്യായപ്രമാണത്തിന്റെ അനുഷ്ഠാനം കൂടാതെ വിശ്വാസത്താൽ തന്നെ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം നിർണയിക്കുന്നു. ദൈവം യഹൂദരുടെ മാത്രം ദൈവമോ? അവിടുന്ന് യഹൂദരല്ലാത്തവരുടെയും ദൈവമല്ലയോ? അതെ, അവിടുന്ന് അവരുടെയും ദൈവമാണ്. ദൈവം ഒരുവൻ മാത്രമല്ലോ. പരിച്ഛേദനമേറ്റവരെ അവിടുന്ന് വിശ്വാസത്താൽ നീതീകരിക്കുന്നു. അതേ വിശ്വാസത്താൽ പരിച്ഛേദനമേൽക്കാത്തവരെയും അവിടുന്ന് നീതീകരിക്കുന്നു. അപ്പോൾ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ നിഷ്ഫലമാക്കുന്നുവോ? ഒരിക്കലുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്ര. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 4. അങ്ങനെയെങ്കിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ അനുഭവത്തെപ്പറ്റി നമുക്കെന്ത് പറയാം? അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തികളാലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പ്രശംസിക്കുവാൻ വകയുണ്ടായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ അതിന് വകയില്ല. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അദ്ദേഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് തന്നെ. പണിയെടുക്കുന്നവന് കൂലി ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ പാപിയെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവന്
അവൻ കർമ്മങ്ങൾ ചെയ്യാത്തവനെങ്കിലും അവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. കർമ്മങ്ങൾ പരിഗണിക്കാതെ ദൈവം നീതിമാനായി അംഗീകരിക്കുന്ന മനുഷ്യന്റെ അനുഗ്രഹീതാവസ്ഥയെപ്പറ്റി ദാവീദും ഇപ്രകാരം പറയുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർ അനുഗ്രഹീതർ. കർത്താവ് ഒരിക്കലും പാപം കണക്കിടാത്ത മനുഷ്യൻ അനുഗ്രഹീതൻ. അപ്പോൾ ഈ അനുഗ്രഹം പരിച്ഛേദനമേറ്റവർക്ക് മാത്രമോ, അതോ പരിച്ഛേദനം ഇല്ലാത്തവർക്കും കൂടിയുള്ളതോ? അബ്രഹാമിന്റെ വിശ്വാസം അദ്ദേഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണല്ലോ നാം പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പരിഗണിക്കപ്പെട്ടത്? പരിച്ഛേദനം ഏറ്റതിനു ശേഷമോ അതിനു മുമ്പോ? ശേഷമല്ല, മുമ്പ് തന്നെ. പരിച്ഛേദനം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വിശ്വാസത്താലുണ്ടായ നീതീകരണത്തിന്റെ മുദ്രയായിട്ടാണ് പരിച്ഛേദനം എന്ന അടയാളം ലഭിച്ചത്. പരിച്ഛേദനം ഏറ്റിട്ടില്ലാത്തവരെങ്കിലും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന എല്ലാവർക്കും അദ്ദേഹം പിതാവായി തീരുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശം. പരിച്ഛേദനം ഏറ്റവർക്കും അദ്ദേഹം പിതാവാകുന്നു. അത് അവർ പരിച്ഛേദനം ഏറ്റതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് പരിച്ഛേദനം ഏൽക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ മാതൃക പിന്തുടരുന്നതുകൊണ്ടത്രേ. ലോകാവകാശിയായി തീരുമെന്നുള്ള വാഗ്ദാനം അബ്രഹാമിനും അദ്ദേഹത്തോടൊപ്പം തന്റെ സന്തതിക്കും ന്യായപ്രമാണത്തിലൂടെയല്ല, വിശ്വാസത്താലുള്ള നീതിയിലൂടെയാണ് ലഭിച്ചത്. ന്യായപ്രമാണം പിന്തുടരുന്നവരാണ് അവകാശികളെങ്കിൽ വിശ്വാസം വിലയില്ലാത്തതും വാഗ്ദാനം വ്യർത്ഥവുമാണ്. എന്തെന്നാൽ ന്യായപ്രമാണം കോപത്തിന് കാരണമാകുന്നു. ന്യായപ്രമാണമില്ലാത്തിടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് വാഗ്ദാനം നൽകപ്പെടുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വാഗ്ദാനം കൃപയാലുള്ളതെന്നും അബ്രഹാമിന്റെ സന്തതികൾക്കെല്ലാം ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പായി നൽകപ്പെട്ട അവകാശമാണെന്നും വരുന്നു. അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവയെ ഉള്ളവയെപ്പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തന്നെ അദ്ദേഹം നമ്മുടെ പിതാവാകുന്നു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് തന്നോട് അരുളി ചെയ്തത് സകല ആശയ്ക്കും വിപരീതമായി ആശയോടെ അബ്രഹാം വിശ്വസിക്കുകയും അങ്ങനെ അനവധി ജനതകളുടെ പിതാവായി തീരുകയും ചെയ്തു. അബ്രഹാമിന് ഏകദേശം 100 വയസ്സ് പ്രായമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ശരീരം മൃതപ്രായമായിരുന്നു. സാറായുടെ ഗർഭപാത്രവും നിർജീവമായിരുന്നു. എന്നിട്ടും അദ്ദേഹം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് അവിശ്വാസത്താൽ ചഞ്ചലപ്പെടാതെ ദൈവം വാഗ്ദാനം ചെയ്തത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ അദ്ദേഹം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ അത് അദ്ദേഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു. നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന വാക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടിയും കൂടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയും ഇത് പരിഗണിക്കപ്പെടും. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 5. അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖേന നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അദ്ദേഹത്തിലൂടെയാണ് നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം ആനന്ദിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ കഷ്ടതയിലും നാം ആനന്ദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത പരിപക്വതയെയും, പരിപക്വത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ ലജ്ജിതരാക്കുന്നില്ല. ദൈവസ്നേഹം താൻ നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ശക്തിഹീനരായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അധർമ്മികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുന്നത് അപൂർവമാണ്. നല്ലവനായ ഒരു മനുഷ്യനു വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറായേക്കാം. എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ അവിടുന്ന് തനിക്ക് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ഇപ്പോൾ തന്നെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അദ്ദേഹം മുഖേന ഇനിമേൽ നാം എത്രയധികമായി ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ അവിടുത്തെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് ലഭിച്ചുവെങ്കിൽ നിരപ്പ് പ്രാപിച്ച ശേഷം അവിടുത്തെ ജീവനാൽ നാം എത്ര അധികമായി രക്ഷിക്കപ്പെടും. അതുമാത്രമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിക്കുവാൻ ഇടയാക്കിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ
ദൈവത്തിൽ നാം പ്രമോദിക്കുകയും ചെയ്യുന്നു. ഏകമനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തതിനാൽ മരണം എല്ലാവരിലും വ്യാപിച്ചു. ന്യായപ്രമാണം നൽകപ്പെടുന്നതിന് മുമ്പും പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപം പരിഗണിക്കപ്പെടുന്നില്ല. എങ്കിലും ആദാം മുതൽ മോശെ വരെ ആദാമിനെ പോലെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്യാത്തവരുടെ മേലും മരണം വാഴ്ച നടത്തിയിരുന്നു. ആദാം വരുവാനുള്ളവന്റെ പ്രതിരൂപമത്രേ. എന്നാൽ കൃപാവരം ലംഘനം പോലെയല്ല. ഏകമനുഷ്യന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും നാം ഇനി യേശുക്രിസ്തു എന്ന ഏകമനുഷ്യന്റെ കൃപയാലുള്ള ദാനവും അനേകരിലേക്ക് ഏറ്റവും അധികം കവിഞ്ഞൊഴുകിയിരിക്കുന്നു. ഏകമനുഷ്യന്റെ പാപത്തിന്റെ ഫലം പോലെയല്ല ദൈവത്തിന്റെ ദാനം. ആ ഒരു പാപത്തെ തുടർന്ന് ന്യായവിധിയും തൽഫലമായി ശിക്ഷാവിധിയും ഉണ്ടായി. എന്നാൽ അനവധി ലംഘനങ്ങളെ തുടർന്നുണ്ടായ കൃപാവരമാകട്ടെ നീതീകരണത്തിന് കാരണമായി തീർന്നു. ഏകമനുഷ്യന്റെ ലംഘനത്താൽ ആ മനുഷ്യനിലൂടെ മരണം വാഴ്ച നടത്തിയെങ്കിൽ ദൈവം സമൃദ്ധിയായി നൽകുന്ന കൃപയും നീതി എന്ന ദാനവും പ്രാപിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകമനുഷ്യനിലൂടെ എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു ലംഘനം മനുഷ്യരെ ശിക്ഷാവിധിയിലേക്ക് നയിച്ചതുപോലെ ഒരു നീതിപ്രവൃത്തി എല്ലാ മനുഷ്യരെയും ജീവദായകമായ നീതീകരണത്തിലേക്ക് നയിക്കുന്നു. ഏകമനുഷ്യന്റെ അനുസരണക്കേടിലൂടെ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകമനുഷ്യന്റെ അനുസരണത്തിലൂടെ അനേകർ നീതിമാന്മാരായി തീരും. ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നതിനാൽ ലംഘനം പെരുകി. എന്നാൽ പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലുമധികമായി വർദ്ധിച്ചു. പാപം മരണത്തിലൂടെ വാഴ്ച നടത്തിയതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ ലഭിക്കുവാൻ തക്കവണ്ണം നീതിയാൽ വാഴേണ്ടി നിന്നു തന്നെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 6. അതുകൊണ്ട് നാം എന്താണ് പറയേണ്ടത്? കൃപ വർദ്ധിക്കുന്നതിനു വേണ്ടി നാം പാപം ചെയ്തുകൊണ്ടിരിക്കാമെന്നോ? ഒരിക്കലും പാടില്ല. പാപത്തിന് മരിച്ചവരായ നാം തുടർന്ന് അതിൽ ജീവിക്കുന്നതെങ്ങനെ? സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നവരായ നാം സ്നാനത്തിൽ അവിടുത്തെ മരണത്തോട് ഏകീഭവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അതുകൊണ്ട് നാം സ്നാനം മുഖേന ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും കുഴിച്ചിടപ്പെടുകയും ചെയ്തു. ക്രിസ്തു പിതാവിന്റെ മഹത്വത്താൽ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അങ്ങനെ നാം ക്രിസ്തുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന്റെ അടിമകളാകാതിരിക്കുവാൻ പാപശരീരം ഇല്ലാതാകേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവിടത്തോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവിടത്തോടൊപ്പം ജീവിക്കുമെന്നും വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ അവിടുന്ന് ഇനി ഒരിക്കലും മരിക്കയില്ല എന്ന് നാം അറിയുന്നു. മരണത്തിന് അദ്ദേഹത്തിന്റെ മേൽ ഇനി അധികാരമില്ല. അവിടുത്തെ മരണം പാപസംബന്ധമായി ഒരിക്കൽ മാത്രമുള്ള മരണമായിരുന്നു. എന്നാൽ അവിടുന്ന് ജീവിക്കുന്നതോ ദൈവത്തിനു വേണ്ടിയുള്ള ജീവിതമത്രേ. അതുപോലെ നിങ്ങളും പാപത്തിന് മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. പാപത്തിന്റെ മോഹങ്ങളെ അനുസരിക്കുവാൻ തക്കവണ്ണം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിന്റെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ആനയിക്കപ്പെട്ടവരായി നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ഉപകരണങ്ങളായി ദൈവത്തിന് കാഴ്ചവെക്കുക. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് അധീനരാകയാൽ പാപത്തിന് ഇനി നിങ്ങളുടെ മേൽ അധികാരമുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടെന്ത്? ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് അധീനരായിരിക്കയാൽ നമുക്ക് പാപം ചെയ്യാമെന്നോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണയുള്ള അടിമകളായി ആർക്കെങ്കിലും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അനുസരിക്കുന്ന ആ വ്യക്തിക്ക് അടിമയായി തീരുകയാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. എന്നാൽ നിങ്ങൾ ഒരിക്കൽ പാപത്തിന്റെ അടിമകളായിരുന്നുവെങ്കിലും നിങ്ങളെ ഭരമേൽപ്പിച്ച ഉപദേശം ഹൃദയപൂർവ്വം അനുസരിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുകയും നീതിക്ക് അടിമകളായി തീരുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ സ്വാഭാവിക പരിമിതി നിമിത്തം ഞാനിത് മാനുഷിക രീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അത്യധികമായ അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചിരുന്നതുപോലെ ഇപ്പോൾ അവയെ
വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിനടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിന് വിധേയരല്ലായിരുന്നു. അന്ന് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണുണ്ടായത്? ഇന്ന് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്ന കാര്യങ്ങൾ തന്നെ. അവയുടെ അന്ത്യം മരണകരമാണ്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ട് ദൈവത്തിന്റെ ദാസരായി തീർന്നിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രയോജനം വിശുദ്ധീകരണവും അതിന്റെ ഫലം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 7. സഹോദരരെ, ന്യായപ്രമാണം അറിയുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാത്രമേ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുള്ളൂ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് ഭാര്യ നിയമം മൂലം അയാളോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവൾ അയാളുമായുള്ള വിവാഹ നിയമത്തിൽ നിന്ന് സ്വതന്ത്രയായിത്തീരുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ മറ്റൊരു പുരുഷനെ സ്വീകരിച്ചാൽ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവൾ ആ നിയമത്തിൽ നിന്ന് സ്വതന്ത്രയായിത്തീരുന്നു. പിന്നെ വേറൊരു പുരുഷനെ സ്വീകരിച്ചാൽ അവൾ വ്യഭിചാരിണിയാവുകയില്ല. അതുകൊണ്ട് എന്റെ സഹോദരരെ, നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം വഴി ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ മറ്റൊരാളുടെ വകയായി തീരുവാനാണ്, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവന്റെ തന്നെ. ദൈവത്തിനായി ഫലം പുറപ്പെടുവിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. നാം പാപസ്വഭാവത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണം നിമിത്തം ഉയർന്നു വന്ന പാപവികാരങ്ങൾ മരണത്തിനുള്ള ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചു. എന്നാൽ നമ്മെ ബന്ധനസ്ഥരാക്കിയ ന്യായപ്രമാണത്തിൽ നിന്ന് നാം ഇപ്പോൾ സ്വതന്ത്രരായിരിക്കുന്നു. അത് സംബന്ധിച്ച് നാം മരിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് എഴുതപ്പെട്ട പഴയ ചട്ടങ്ങൾ അനുസരിച്ചല്ല, ആത്മാവിന്റെ പുതുമയിലത്രേ നാം സേവനമനുഷ്ഠിക്കുന്നത്. ആകയാൽ നാം എന്താണ് പറയുക? ന്യായപ്രമാണം പാപമെന്നോ? നിശ്ചയമായുമല്ല. എങ്കിലും ന്യായപ്രമാണത്തിലൂടെ അല്ലാതെ പാപം എന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറഞ്ഞിരുന്നില്ലെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയുകയില്ലായിരുന്നു. എന്നാൽ കൽപ്പനയിലൂടെ ലഭിച്ച അവസരം ഉപയോഗിച്ച് പാപം എന്നിൽ എല്ലാവിധ ദുർമോഹങ്ങളും ഉളവാക്കി. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഒരു കാലത്ത് ഞാൻ ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം എന്നിൽ സജീവമാകുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ജീവൻ നൽകുവാൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്ന കൽപ്പന തന്നെ എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് വ്യക്തമായി. കൽപ്പന മൂലമുളവായ അവസരം ഉപയോഗിച്ച് പാപം എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും നീതിയുക്തവും നല്ലതും തന്നെ. അങ്ങനെയെങ്കിൽ നന്മയായത് എനിക്ക് മരണഹേതുവായി ഭവിച്ചുവെന്നോ? ഒരിക്കലുമില്ല. നന്മയായതിലൂടെ എനിക്ക് മരണം വരുത്തിയത് പാപമാണ്. പാപത്തിന്റെ തനി സ്വഭാവം വെളിപ്പെടേണ്ടതിനും കൽപ്പനയിലൂടെ പാപം അത്യന്തം പാപകരമായി തീരേണ്ടതിനും തന്നെ. ന്യായപ്രമാണം ആത്മീയം എന്ന് നാം അറിയുന്നു, ഞാനോ അനാത്മീയൻ, പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടവൻ. ഞാൻ പ്രവർത്തിക്കുന്നത് എന്തെന്ന് ഞാൻ തന്നെ അറിയുന്നില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത്, പിന്നെയോ വെറുക്കുന്നതാണ്. ഇങ്ങനെ ഞാൻ ചെയ്യരുതാത്തത് ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. എന്നിൽ, അതായത് എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ പ്രവർത്തിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. അങ്ങനെ ആഗ്രഹിക്കാത്തതാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഇത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ തിന്മ എന്നോടൊപ്പമുണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവിക പ്രമാണത്തിൽ പ്രമോദിക്കുന്നു. എന്നാൽ എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ ഉള്ളതായി ഞാൻ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ അടിമയാക്കുകയും ചെയ്യുന്നു. ഞാൻ എത്ര അരിഷ്ട മനുഷ്യൻ! മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവിക പ്രമാണത്തെയും ജഡം കൊണ്ട് പാപപ്രമാണത്തെയും സേവിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം
അധ്യായം 8. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത മൂലം ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ സാധ്യമല്ലാതിരുന്നത് ദൈവം സാധ്യമാക്കി. അവിടുന്ന് സ്വന്തം പുത്രനെ പാപിയായ മനുഷ്യന്റെ സാദൃശ്യത്തിൽ പാപപരിഹാരമായി അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ ന്യായപ്രമാണം അനുശാസിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ പാപത്തിന്റെ കാര്യങ്ങളിലും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിലും മനസ്സുറപ്പിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണത്തിൽ കലാശിക്കുന്നു, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും ആകുന്നു. ജഡമനസ്സ് ദൈവത്തോട് ശത്രുതയുള്ളതാണ്. അത് ദൈവിക പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ അതിന് സാധിക്കുകയുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവത്താലല്ല, ആത്മാവിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ ശരീരം പാപം നിമിത്തം മരിക്കുമെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് അതിനോട് കടപ്പാടുള്ളവരല്ല. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിന് ദുഷ്പ്രവൃത്തികളെ ഇല്ലാതാക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും ദൈവമക്കളാകുന്നു. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളത്. അതേ ആത്മാവിനാൽ നാം അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്നു. അങ്ങനെ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും തന്നെ. നാം ക്രിസ്തുവിനോടുകൂടെ അവിടുത്തെ കഷ്ടതയിൽ പങ്കാളികളാകുന്നുവെങ്കിൽ അവിടുത്തെ മഹത്വത്തിന്റെയും പങ്കാളികളായിത്തീരും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനോട് തുലനം ചെയ്യുവാൻ അർഹമില്ലാത്ത വിധം നിസ്സാരമാണ് ഇക്കാലത്തെ കഷ്ടതകൾ എന്ന് ഞാൻ കരുതുന്നു. ദൈവമക്കൾ വെളിപ്പെടുന്നതിനു വേണ്ടി സർവ്വസൃഷ്ടിയും അത്യാകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി വ്യർത്ഥതയ്ക്ക് വിധേയമാക്കപ്പെട്ടു, അതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, പ്രത്യാശയാൽ അതിനെ വിധേയപ്പെടുത്തിയവന്റെ ഇഷ്ടത്താൽ തന്നെ. ഈ പ്രത്യാശയോ സൃഷ്ടി തന്നെയും ജീർണതയുടെ ബന്ധനത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ദൈവമക്കളുടെ മഹത്വകരമായ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നത്രേ. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഈറ്റുനോവിൽ എന്നതുപോലെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. തന്നെയുമല്ല, ആത്മാവെന്ന ആദ്യഫലം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിലേക്ക് ദത്തെടുക്കപ്പെടുവാൻ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ കാണുന്നതിനെക്കുറിച്ചുള്ള പ്രത്യാശയാകട്ടെ പ്രത്യാശയല്ല. കാണുന്നതിനു വേണ്ടി ഇനി പ്രത്യാശിക്കുന്നതെന്തിന്? എന്നാൽ ഇതുവരെയും കാണാത്തതിനു വേണ്ടി പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനായി നാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നു. വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ആത്മാവ് തന്നെ വാക്കുകളിലൂടെ വ്യക്തമാക്കാനാവാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം മധ്യസ്ഥത ചെയ്യുന്നു. ആത്മാവിന്റെ ചിന്ത എന്തെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി തന്നെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ അവിടുന്ന് മുൻ നിയമിച്ചിരിക്കുന്നു. അത് അവിടുത്തെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകേണ്ടതിനാണ്. അവിടുന്ന് മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ പുത്രനോടൊപ്പം സകലവും കൃപയാൽ നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? ദൈവമാണ് നീതീകരിക്കുന്നവൻ. ശിക്ഷ വിധിക്കുന്നവനാര്? മരിച്ചവനും
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനുമായ ക്രിസ്തുയേശു ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? ക്ലേശങ്ങൾക്കോ, കഷ്ടതകൾക്കോ, പീഡനത്തിനോ, പട്ടിണിക്കോ, നഗ്നതയ്ക്കോ, ആപത്തിനോ, വാളിനോ അത് ചെയ്യാൻ കഴിയുമോ? അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ദിവസം മുഴുവൻ മരണത്തെ നേരിടുന്നു. അറുക്കപ്പെടുവാനുള്ള ആടുകളായി ഞങ്ങൾ എണ്ണപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖേന ഇവയിലെല്ലാറ്റിലും പരിപൂർണ വിജയം നേടുന്നു. മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ, വരുവാനുള്ളതിനോ, ഉയരത്തിനോ, ആഴത്തിനോ, സൃഷ്ടിയിലുള്ള മറ്റെന്തിനെങ്കിലുമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധ്യമല്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 9. ഞാൻ ക്രിസ്തുവിൽ സത്യം സംസാരിക്കുന്നു, വ്യാജമല്ല ഞാൻ പറയുന്നത്. എന്റെ മനസാക്ഷി പരിശുദ്ധാത്മാവിൽ അതിന് സാക്ഷ്യം വഹിക്കുന്നു. അതെ, എന്റെ ഹൃദയത്തിൽ വലിയ സങ്കടവും നിരന്തരമായ വേദനയുമുണ്ട്. എന്റെ സഹോദരരും സ്വന്തം വംശത്തിൽപ്പെട്ടവരുമായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഞാൻ സ്വയം ശാപഗ്രസ്തനാകുവാനും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്നും മാറ്റപ്പെടുവാൻ തന്നെയും തയ്യാറാണ്. മക്കളായി ദത്തെടുക്കപ്പെട്ടത് അവരാണ്. ദൈവിക തേജസ്, ഉടമ്പടികൾ, ന്യായപ്രമാണ സ്വീകാരം, ആരാധന, വാഗ്ദാനങ്ങൾ ഇവയെല്ലാം അവർക്കുള്ളതാണ്. ഗോത്രപിതാക്കന്മാർ അവർക്കുള്ളവർ. ക്രിസ്തു മനുഷ്യനായി ജനിച്ചതും അവരിൽ നിന്നാണല്ലോ. അവിടുന്ന് എല്ലാറ്റിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവത്തിന്റെ വചനം വ്യർത്ഥമായി എന്നല്ല. ഇസ്രായേലിന്റെ പിൻഗാമികളായി ജനിച്ചവരെല്ലാം ഇസ്രായേല്യരല്ല. അബ്രഹാമിന്റെ പിൻഗാമിയായതുകൊണ്ട് അവരെല്ലാവരും അബ്രഹാമിന്റെ മക്കളാകുന്നുമില്ല. നേരെ മറിച്ച് യിസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: ശാരീരികമായി ജനിക്കുന്ന കുട്ടികളല്ല ദൈവത്തിന്റെ മക്കൾ. പിന്നെയോ വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് അബ്രഹാമിന്റെ സന്തതി എന്ന് കണക്കാക്കപ്പെടുന്നത്. വാഗ്ദാനം ഇപ്രകാരമാണ്: നിശ്ചിത സമയത്ത് ഞാൻ മടങ്ങിവരും, അപ്പോൾ സാറയ്ക്കൊരു മകനുണ്ടായിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന ഒരുവനിൽ നിന്ന് റബേക്കയും ഗർഭം ധരിച്ചു. എങ്കിലും ആ ഇരട്ട ശിശുക്കൾ ജനിക്കുകയും ഗുണമോ ദോഷമോ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് ദൈവം അവളോട് അരുളി ചെയ്തു. പ്രവൃത്തികളാലല്ല, വിളിക്കുന്നവന്റെ ഇഷ്ടത്താൽ തിരഞ്ഞെടുപ്പിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറേണ്ടതിന് തന്നെ. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏശാവിനെ ഞാൻ വെറുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ നാം എന്താണ് പറയേണ്ടത്? ദൈവം അനീതിയുള്ളവനെന്നോ? ഒരിക്കലുമല്ല. അവിടുന്ന് മോശയോട്, എനിക്ക് കരുണ കാണിക്കണമെന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കുകയും അനുകമ്പ തോന്നണമെന്നുള്ളവനോട് അനുകമ്പ കാണിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹത്തിലോ പ്രയത്നത്തിലോ അല്ല, ദൈവത്തിന്റെ കാരുണ്യത്തിലാണ് എല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. തിരുവെഴുത്ത് ഫറവോനോട് ഇപ്രകാരം പറയുന്നു: ഈ ഉദ്ദേശത്തിനായി തന്നെ ഞാൻ നിന്നെ ഉയർത്തിയിരിക്കുന്നു, എന്റെ ശക്തി നിന്നിലൂടെ പ്രദർശിപ്പിക്കുവാനും എന്റെ നാമം ഭൂമിയിൽ എല്ലായിടത്തും പ്രഖ്യാപിക്കുവാനും തന്നെ. അതുകൊണ്ട് ദൈവം തന്റെ ഇഷ്ടപ്രകാരം ഒരുവനോട് കരുണ കാണിക്കുന്നു, മറ്റൊരുവനെ കഠിനനാക്കുന്നു. എങ്കിൽ ദൈവം കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? ആർക്ക് അവിടത്തെ ഇച്ഛയോട് മറുത്തു നിൽക്കാൻ കഴിയും എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. അല്ലയോ മനുഷ്യ, ദൈവത്തോട് എതിർവാദം നടത്താൻ നീ ആര്? മനഞ്ഞുണ്ടാക്കിയത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്തിന് എന്ന് ചോദിക്കുമോ? കുശവന് കളിമണ്ണിന്റെ ഒരു പിണ്ഡത്തിൽ നിന്ന് തന്നെ ചില പാത്രങ്ങൾ മാന്യകാര്യങ്ങൾക്കും മറ്റു ചിലത് സാധാരണ ഉപയോഗത്തിനും മനഞ്ഞുണ്ടാക്കുവാൻ അധികാരമില്ലേ? ദൈവം തന്റെ കോപം പ്രദർശിപ്പിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും വേണ്ടി നാശത്തിനായി ഒരുക്കപ്പെട്ട കോപപാത്രങ്ങളെ ദീർഘക്ഷമയോടെ സഹിച്ചു. യഹൂദരിൽ നിന്ന് മാത്രമല്ല, വിജാതീയരിൽ നിന്നുകൂടി വിളിച്ചു. തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ അവിടുത്തെ ധന്യമായ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം ഇപ്രകാരം പ്രവർത്തിച്ചുവെങ്കിൽ അതിലെന്ത്? അവിടുന്ന് ഹോശേയയുടെ പുസ്തകത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനം എന്നും എന്റെ പ്രിയ അല്ലാത്തവളെ എന്റെ പ്രിയ എന്നും ഞാൻ വിളിക്കും. വീണ്ടും
നിങ്ങൾ എന്റെ ജനമല്ല എന്നരുളി ചെയ്തെടുത്തു തന്നെ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്നും വിളിക്കപ്പെടും. യെശയ്യാവ് ഇസ്രായേലിനെ കുറിച്ച് വിളിച്ചു പറയുന്നു. ഇസ്രായേലിയരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരി പോലെയെങ്കിലും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. യഹോവ ഭൂമിയിൽ തന്റെ ന്യായവിധി അതിവേഗത്തിലും അന്തിമമായി നിർവഹിക്കും. സർവശക്തനായ ദൈവം നമുക്ക് പിൻതലമുറയെ ശേഷിപ്പിച്ചിരുന്നില്ലെങ്കിൽ നാം സൊദോമിനെ പോലെയാകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യെശയ്യാവ് മുമ്പുകൂട്ടി തന്നെ പറഞ്ഞിരുന്നുവല്ലോ. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? നീതിയെ പിന്തുടരാതിരുന്ന വിജാതീയർ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. എന്നാൽ നീതിയുടെ ന്യായപ്രമാണം പിന്തുടർന്ന ഇസ്രായേലാകട്ടെ അത് പ്രാപിച്ചില്ല. എന്തുകൊണ്ടാണ് അവർ പ്രാപിക്കാതിരുന്നത്? വിശ്വാസത്താൽ അതിനെ പിന്തുടരാതെ പ്രവൃത്തികളാൽ സാധിക്കുമെന്ന് വിചാരിച്ച് അന്വേഷിച്ചതുകൊണ്ടാണ് അവർ ഇടർച്ചക്കല്ലിൽ തട്ടിവീണത്. ഇതാ, ഞാൻ സിയോനിൽ മനുഷ്യർ ഇടറി വീഴുവാനിടയാക്കുന്ന ഒരു കല്ലും വീഴ്ചയ്ക്ക് കാരണമാകുന്ന ഒരു പാറയും വയ്ക്കുന്നു. അദ്ദേഹത്തിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 10. സഹോദരരെ, ഇസ്രായേലിയർ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എന്റെ ഹൃദയവാഞ്ചയും ദൈവത്തോടുള്ള പ്രാർത്ഥനയും. അവർ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണതയുള്ളവരാണെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്ക് കഴിയും. എന്നാൽ അവരുടെ ശുഷ്കാന്തി ജ്ഞാനത്തിൽ അധിഷ്ഠിതമല്ല. ദൈവത്തിൽ നിന്ന് വരുന്ന നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ ശ്രമിച്ചതുകൊണ്ട് അവർ ദൈവനീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാകുന്നു. ന്യായപ്രമാണത്താലുള്ള നീതിയെ സംബന്ധിച്ച് മോശെ, ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യൻ ഇവയാൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ വിശ്വാസത്താലുള്ള നീതിയോ ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരുവാൻ ആര് സ്വർഗത്തിൽ കയറും? എന്നോ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ആനയിക്കുവാൻ ആര് പാതാളത്തിൽ ഇറങ്ങും? എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമാകുന്നു, അത് നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഞങ്ങൾ ഉദ്ഘോഷിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെയാണത്. യേശു കർത്താവാകുന്നു എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അദ്ദേഹത്തെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ ഒരുവൻ ഹൃദയത്തിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെടുകയും വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നുവല്ലോ. യഹൂദനും വിജാതീയനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരുടെയും കർത്താവ് ഒരുവനത്രേ. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും? ആരെങ്കിലും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും? സുവാർത്തയുമായി വരുന്നവരുടെ പാദം എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ എല്ലാ ഇസ്രായേലിലും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചിരിക്കുന്നു എന്ന് യെശയ്യാവ് ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വിശ്വാസം ദൈവിക സന്ദേശത്തിന്റെ കേൾവിയാലും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്താലും ഉണ്ടാകുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും അവർ കേട്ടിരിക്കുന്നു. അവരുടെ ശബ്ദം സർവ്വഭൂമിയിലും അവരുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തി വരെയും ചെന്നെത്തിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അസൂയ ജനിപ്പിക്കും, പരിജ്ഞാനമില്ലാത്ത ഒരു ജനതയെ കൊണ്ട് ഞാൻ നിങ്ങളെ കോപിപ്പിക്കും എന്ന് മോശെ പറയുന്നു. അതുപോലെ യെശയ്യാവും ധൈര്യപൂർവ്വം പറയുന്നു. എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ആവശ്യപ്പെടാത്തവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. എന്നാൽ ഇസ്രായേലിനെ കുറിച്ചോ? അനുസരണം കെട്ടവരും നിഷേധികളുമായ ജനങ്ങളിലേക്ക് ഞാൻ ദിവസം മുഴുവനും കൈനീട്ടി എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 11.
ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ചുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരിക്കലുമില്ല. ഞാൻ തന്നെ ഒരു ഇസ്രയേലിനും അബ്രഹാമിന്റെ പിൻഗാമിയും ബെന്യാമീൻ ഗോത്രക്കാരനും ആണല്ലോ. ദൈവം മുന്നറിഞ്ഞ തന്റെ ജനത്തെ ഉപേക്ഷിച്ചിട്ടില്ല. തിരുവെഴുത്തിൽ ഏലിയാവിനെക്കുറിച്ചുള്ള വിവരണത്തിൽ പറയുന്നതെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അദ്ദേഹം ഇസ്രയേലിനെതിരായി ഇപ്രകാരം വാദിച്ചു: കർത്താവെ, അവർ അവിടുത്തെ പ്രവാചകന്മാരെ കൊല്ലുകയും യാഗപീഠങ്ങൾ ഇടിച്ചു നിരത്തുകയും ചെയ്തിരിക്കുന്നു. ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവരെന്നെയും കൊല്ലുവാൻ ശ്രമിക്കുന്നു. ദൈവം അദ്ദേഹത്തിന് നൽകിയ മറുപടി എന്തായിരുന്നു? ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ ഇക്കാലത്തും കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പുണ്ട്. കൃപയാൽ എങ്കിൽ അത് പ്രവൃത്തികളാൽ ആയിരിക്കുകയില്ല. പ്രവൃത്തികളാലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കുകയുമില്ല. എങ്കിൽ പിന്നെ എന്ത്? ഇസ്രയേൽ അന്വേഷിച്ചത് അവർ പ്രാപിച്ചില്ല. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടു. ദൈവം അവർക്ക് മരവിച്ച ആത്മാവും കാണാത്ത കണ്ണുകളും കേൾക്കാത്ത ചെവികളും നൽകി. അതെന്നും ആ നിലയിൽ തന്നെ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ദാവീദ് ഇങ്ങനെ പറയുന്നു: അവരുടെ ഭക്ഷണമേശ അവർക്കൊരു കെണിയും കുടുക്കുമാകട്ടെ. അതവർക്ക് ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. കാണാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ ഇരുണ്ടുപോകട്ടെ. അവരുടെ മുതുക് എന്നേക്കും കുനിഞ്ഞു പോകട്ടെ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്നേക്കുമായി വീണു പോകേണ്ടതിനോ ഇസ്രയേൽ ഇടറിയത്? ഒരിക്കലുമല്ല. പിന്നെയോ അവർക്ക് അസൂയ ഉളവാക്കുവാൻ. അവരുടെ ലംഘനം മൂലം വിജാതീയർക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ തോൽവി വിജാതീയർക്ക് സമ്പത്തും വരുത്തിയെങ്കിൽ അവർ പൂർണ്ണമായി ചേർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സമൃദ്ധി എത്ര മഹത്തരമായിരിക്കും. ഇനി യഹൂദരല്ലാത്തവരോട് ഞാൻ പറയുന്നു, വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന നിലയിൽ ഞാൻ എന്റെ ശുശ്രൂഷയിൽ അഭിമാനിക്കുന്നു. കാരണം സ്വന്തം ജനത്തിന് എങ്ങനെയെങ്കിലും അസൂയ ഉളവാക്കി അവരിൽ ചിലരെയെങ്കിലും രക്ഷപ്പെടുത്താമല്ലോ. അവരെ തിരസ്കരിച്ചത് ലോകത്തിന്റെ അനുരഞ്ജനത്തിന് കാരണമായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പല്ലാതെ മറ്റെന്താണ്? ആദ്യ ഫലമായി അർപ്പിക്കപ്പെടുന്ന ധാന്യമാവിന്റെ അംശം വിശുദ്ധമെങ്കിൽ മാവ് മുഴുവനും വിശുദ്ധമായിരിക്കും. വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും വിശുദ്ധം തന്നെ. നല്ല ഒലിവ് വൃക്ഷത്തിന്റെ ചില കൊമ്പുകൾ വെട്ടിമാറ്റിയിട്ട് പകരം കാട്ടൊലിവിന്റെ കൊമ്പായ നിന്നെ മറ്റു കൊമ്പുകളുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തത് മൂലം ഒലിവിന്റെ വേരിൽ നിന്നുള്ള പോഷകരസത്തിന് പങ്കാളിയായി തീർന്നതോർത്ത് ആ കൊമ്പുകളുടെ മുമ്പിൽ നീ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേര് നിന്നെയാണ് വഹിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിന് ആ കൊമ്പുകൾ ഒടിച്ചു നീക്കിയെന്ന് നീ പറഞ്ഞേക്കാം. ശരി തന്നെ. എന്നാൽ അവിശ്വാസം നിമിത്തമാണ് അവരെ ഒടിച്ചു മാറ്റിയത്. നീ ചേർന്ന് നിൽക്കുന്നത് വിശ്വാസത്താലുമാണ്. അഹങ്കരിക്കാതെ ഭയപ്പെടുക. സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിച്ചില്ല എങ്കിൽ നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ദയയും കർക്കശത്വവും ഓർത്തുകൊള്ളുക. വീണവരോട് കർക്കശത്വവും, നിന്നോടോ നീ അവിടുത്തെ ദയയിൽ നിലനിന്നാൽ കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവർ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കും. ഒട്ടിക്കുവാൻ ദൈവത്തിന് കഴിയുമല്ലോ. പ്രകൃത്യ കാട്ടൊലിവിന്റെ ശാഖയായിരുന്ന നിന്നെ മുറിച്ചെടുത്ത് നട്ടുവളർത്തപ്പെട്ട ഒലിവ് മരത്തിൽ അസാധാരണമാംവിധം ഒട്ടിച്ച് ചേർത്തുവെങ്കിൽ സ്വാഭാവിക ശാഖകളെ സ്വന്തം ഒലിവ് മരത്തിൽ ഒട്ടിച്ചു ചേർക്കുന്നതിനുള്ള സാധ്യത എത്രയധികം. സഹോദരരെ, നിങ്ങൾ ദുരഭിമാനികളാകാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിജാതിയരുടെ സംഖ്യ പൂർണ്ണമാകുവോളം ഇസ്രയേലിന് ഭാഗികമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവിടുന്ന് യാക്കോബിൽ നിന്ന് അഭക്തി അകറ്റിക്കളയും. ഞാൻ അവരുടെ പാപങ്ങൾ നീക്കിക്കളയുമ്പോൾ ഇത് അവരോടുള്ള എന്റെ ഉടമ്പടിയായിരിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ ശത്രുക്കൾ. എന്നാൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പിതാക്കന്മാർ നിമിത്തം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ. എന്തെന്നാൽ ദൈവത്തിന്റെ കൃപാവരങ്ങളും വിളിയും മാറ്റം വരാത്തവയാണ്. ഒരു കാലത്ത് ദൈവത്തോട് അനുസരണമില്ലാത്തവരായിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ അവരുടെ അനുസരണക്കേട് നിമിത്തം കരുണ ലഭിച്ചിരിക്കുന്നു. അതുപോലെ നിങ്ങളോടുള്ള ദൈവത്തിന്റെ കരുണ നിമിത്തം അവർക്കും കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരണം കെട്ടവരായി തീർന്നിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചുകളഞ്ഞതിന്റെ ലക്ഷ്യം എല്ലാവരോടും കരുണ കാണിക്കുക എന്നതായിരുന്നു. ദൈവത്തിന്റെ ജ്ഞാനം, അറിവ് എന്നിവയുടെ ധന്യത എത്ര അഗാധം!
അവിടുത്തെ വിധികൾ എത്ര അപ്രമേയം, അവിടുത്തെ വഴികൾ എത്ര അഗോചരം. കർത്താവിന്റെ മനസ്സറിഞ്ഞതാര്? അവിടുത്തെ ഉപദേഷ്ടാവായിരുന്നതാര്? തിരിച്ചു കിട്ടുവാനായി ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ടുള്ളതാര്? സകലവും ദൈവത്തിൽ നിന്ന്, ദൈവത്തിലൂടെ ദൈവത്തെങ്കിലേക്ക് തന്നെ. അവിടുത്തേക്ക് എന്നേക്കും മഹത്വം. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 12. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യമൂലം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമായ ജീവനുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഇതത്രേ നിങ്ങളുടെ ആത്മീയ ആരാധന. ഈ ലോകവ്യവസ്ഥയ്ക്ക് അനുരൂപരാകാതെ മനസ്സിന്റെ പുതുക്കത്തിലൂടെ നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ നല്ലതും പ്രസാദകരവും പരിപൂർണവുമായ ദൈവഹിതം എന്തെന്ന് ശോധന ചെയ്ത് അംഗീകരിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ വേണ്ടതിലധികം ഭാവിക്കരുത്. ദൈവം നൽകിയ വിശ്വാസത്തിന്റെ അളവനുസരിച്ച് നിങ്ങളെ തന്നെ സമചിത്തതയോടെ വിലയിരുത്തുവിൻ. നമ്മിൽ ഓരോരുത്തർക്കും ഒരു ശരീരവും അതിൽ പല അവയവങ്ങളും ഉണ്ടല്ലോ. ഈ അവയവങ്ങൾക്കെല്ലാം ഒരേ പ്രവൃത്തിയല്ല ഉള്ളത്. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഏക ശരീരമത്രേ, ഓരോരുത്തരും മറ്റെല്ലാവരുടെയും വകയുമാണ്. നമുക്ക് ലഭിച്ച കൃപയനുസരിച്ച് വിഭിന്ന വരങ്ങളാണ് നമുക്കുള്ളത്. ഒരുവന്റെ വരം പ്രവചനമാണെങ്കിൽ അവൻ അത് തന്റെ വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിനിയോഗിക്കട്ടെ. സേവനത്തിനുള്ള വരമാണെങ്കിൽ സേവിക്കുകയും പഠിപ്പിക്കുവാനുള്ള വരമാണെങ്കിൽ പഠിപ്പിക്കുകയും ചെയ്യട്ടെ. പ്രോത്സാഹനത്തിനുള്ള വരമാണുള്ളതെങ്കിൽ പ്രോത്സാഹിപ്പിക്കട്ടെ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുവാനുള്ള വരമെങ്കിൽ ഔദാര്യത്തോടെ നൽകട്ടെ. നേതൃത്വത്തിനുള്ള വരമെങ്കിൽ ശുഷ്കാന്തിയോടെ ഭരിക്കട്ടെ. കരുണ കാണിക്കുവാനുള്ള വരമെങ്കിൽ അത് സന്തോഷപൂർവ്വം ചെയ്യട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കണം. തിന്മയെ വെറുക്കുകയും നന്മയോട് പറ്റിച്ചേരുകയും വേണം. സഹോദരതുല്യം അന്യോന്യം സ്നേഹിക്കുവിൻ. തങ്ങളെക്കാൾ അധികം മറ്റുള്ളവരെ ബഹുമാനിക്കുവിൻ. ഉത്സാഹത്തിൽ ക്ഷീണിക്കാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ സേവിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സ്ഥിരത ഉള്ളവരായിരിപ്പിൻ. വിശുദ്ധരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും വിലപിക്കുന്നവരോടുകൂടെ വിലപിക്കുകയും ചെയ്യുവിൻ. പരസ്പര ഐക്യത്തിൽ ജീവിക്കുവിൻ. അഹങ്കരിക്കാതെ എളിയവരോട് സഹകരിച്ച് ജീവിക്കുവാൻ സന്നദ്ധരാകുവിൻ. ദുരഭിമാനികളാകരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. എല്ലാവരുടെയും ദൃഷ്ടിയിൽ ശരിയായിട്ടുള്ളത് ചെയ്യാൻ ശ്രദ്ധിക്കുവിൻ. കഴിവതും എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. പ്രിയരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവക്രോധത്തിന് ഇടം കൊടുക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നേരെ മറിച്ച് ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷണം നൽകുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നീ അവന്റെ തലമേൽ തീക്കനൽ കോരിക്കൂട്ടും. തിന്മയോട് തോൽക്കരുത്, പിന്നെയോ നന്മയാൽ തിന്മയെ കീഴടക്കുവിൻ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 13. ഓരോരുത്തരും ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ ഒരധികാരവുമില്ല. നിലവിലുള്ള അധികാരങ്ങളോ ദൈവത്താൽ സ്ഥാപിതമാണ്. അതുകൊണ്ട് അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവവ്യവസ്ഥയെ ധിക്കരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവർ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. സന്മാർഗികൾക്കല്ല, ദുർമാർഗികൾക്കാണ് ഭരണാധികാരികളെ ഭയപ്പെടേണ്ടി വരുന്നത്. അധികാരികളോടുള്ള ഭയത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ നല്ലത് പ്രവർത്തിക്കുക. അയാൾ നിന്നെ പുകഴ്ത്തും. അയാൾ നിന്റെ നന്മയ്ക്കായി നിയോഗിക്കപ്പെട്ട ദൈവ ശുശ്രൂഷകനത്രേ. എന്നാൽ നീ തെറ്റ് ചെയ്യുന്നുവെങ്കിലോ ഭയപ്പെടണം. വെറുതെയല്ല അയാൾ വാൾ വഹിക്കുന്നത്. അയാൾ ദൈവത്തിന്റെ ഭൃത്യനും തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുവാൻ ദൈവകോപത്തിന്റെ കാര്യസ്ഥനുമാണ്. ആകയാൽ ശിക്ഷയെ ഭയന്ന് മാത്രമല്ല, മനസാക്ഷി വിചാരിച്ചും അധികാരികൾക്ക് കീഴടങ്ങേണ്ടത് ആവശ്യമാണ്. ഇക്കാരണത്താലാണ് നിങ്ങൾ നികുതി കൊടുക്കുന്നത്. അധികാരികൾ മുഴുവൻ സമയവും ഭരണകാര്യത്തിൽ വ്യാപൃതരായ ദൈവഭൃത്യരാണ്. ഓരോരുത്തർക്കും കടപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതിയെങ്കിൽ നികുതി, ചുങ്കമെങ്കിൽ ചുങ്കം, ആദരവെങ്കിൽ ആദരവ്, ബഹുമാനമെങ്കിൽ ബഹുമാനം. സ്നേഹിപ്പാനുള്ള കടപ്പാടൊഴികെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിറവേറ്റിയിരിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നു തുടങ്ങി എന്തെല്ലാം കൽപ്പനകളുണ്ടോ അവയെല്ലാം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക
എന്ന ഒരേ ഒരു കൽപ്പനയിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരന് ദോഷം വരുത്തുന്നില്ല. അതിനാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം തന്നെ. ഈ കാലം ഏതെന്നും നിദ്രയിൽ നിന്ന് ഉണരേണ്ട സമയം വന്നെത്തിയിരിക്കുന്നു എന്നും അറിഞ്ഞ് ഇതൊക്കെയും ചെയ്യുക. നാം ആദ്യം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതിനാൽ നമുക്ക് ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ടുകളഞ്ഞിട്ട് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കാം. പകൽ സമയത്ത് എന്ന പോലെ നമുക്ക് മാന്യമായി ജീവിക്കാം. പനോത്സവങ്ങളിലും മദ്യലഹരിയിലുമല്ല, ദുർവൃത്തിയിലും ഭോഗാസക്തിയിലുമല്ല, ഭിന്നതയിലും അസൂയയിലുമല്ല നാം ഇനി ജീവിക്കേണ്ടത്. പിന്നെയോ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. ജഡത്തിന്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കരുത്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 14. വിശ്വാസത്തിൽ ബലഹീനനായവനെ സ്വീകരിക്കുവിൻ. അവന്റെ വിവാദപരമായ അഭിപ്രായങ്ങളെപ്പറ്റി വിധി കൽപ്പിക്കരുത്. ഒരുവന്റെ വിശ്വാസം എന്തും ഭക്ഷിക്കുവാൻ അവനെ അനുവദിക്കുന്നു. എന്നാൽ വിശ്വാസത്തിൽ ബലഹീനനായവൻ സസ്യാദികൾ മാത്രം ഭക്ഷിക്കുന്നു. എല്ലാം തിന്നുന്നവൻ തിന്നാത്തവന്റെ നേരെ അവജ്ഞ കാണിക്കരുത്. അതുപോലെ തന്നെ എല്ലാം തിന്നാത്തവൻ തിന്നുന്നവനെ കുറ്റം വിധിക്കുകയുമരുത്. ദൈവം അവനെ അംഗീകരിച്ചിരിക്കുന്നുവല്ലോ. മറ്റൊരുവന്റെ ദാസനെ വിധിക്കാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ അവന്റെ സ്വന്തം യജമാനന്റെ ദൃഷ്ടിയിലാണ്. അവനെ താങ്ങി നിർത്തുവാൻ കഴിയുന്ന യജമാനൻ അവനെ നിർത്തിക്കൊള്ളും. നിർത്തുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒരുവൻ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തേക്കാൾ ശ്രേഷ്ഠമെന്ന് കരുതുന്നു. മറ്റൊരാൾ എല്ലാ ദിവസങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. ഓരോരുത്തനും അവനവന്റെ മനസ്സിൽ പൂർണ്ണബോധ്യം ഉണ്ടായിരിക്കട്ടെ. ഒരു ദിവസത്തിന് വിശേഷത കൽപ്പിക്കുന്നവൻ കർത്താവിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു. മാംസം ഭക്ഷിക്കുന്നവനും അതിനായി ദൈവത്തെ സ്തുതിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി ഭക്ഷിക്കുന്നു. അത് വർജിക്കുന്നവനും കർത്താവിനു വേണ്ടി വർജിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എന്തെന്നാൽ നമ്മിൽ ആരും തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്ക് വേണ്ടി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനു വേണ്ടി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനു വേണ്ടി മരിക്കുന്നു. അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കർത്താവായിരിക്കേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്തത്. എങ്കിൽ പിന്നെ നീ എന്തിന് സഹോദരനെ വിധിക്കുന്നു? അഥവാ എന്തിന് സഹോദരനെ അവജ്ഞയോടെ വീക്ഷിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ. തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തോട് ഏറ്റുപറയും എന്നിങ്ങനെ കർത്താവ് ആണയിട്ട് പറയുന്നു. അതിനാൽ നാം ഓരോരുത്തരും അവനവനെക്കുറിച്ച് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കുന്നത് നിർത്തുക. നേരെ മറിച്ച് സഹോദരന്റെ വഴിയിൽ ഇടർച്ചയോ തടസ്സമോ വയ്ക്കാതിരിക്കാൻ തീരുമാനിച്ചുകൊള്ളുക. ഒരു ഭക്ഷണവും അതിൽ തന്നെ അശുദ്ധമല്ല എന്ന് കർത്താവായ യേശുവിലായിരിക്കുന്ന എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. എന്നാൽ ഏതെങ്കിലും വസ്തു അശുദ്ധമെന്ന് കരുതുന്നവന് അത് അശുദ്ധം തന്നെ. നിന്റെ ഭക്ഷണം സഹോദരന് മനക്ലേശം ഉളവാക്കുന്നുവെങ്കിൽ നീ സ്നേഹത്തിൽ നടക്കുന്നില്ല. ആർക്കുവേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ സഹോദരനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങൾ ശരിയെന്ന് കരുതി ചെയ്യുന്ന ഒരു കാര്യത്തെ അന്യർ ദുഷിച്ചു പറയുവാൻ ഇടവരുത്തരുത്. എന്തെന്നാൽ ദൈവരാജ്യം ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും കാര്യമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. ഇങ്ങനെ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തിന് പ്രസാദമുള്ളവനും മനുഷ്യർക്ക് സ്വീകാര്യനുമാണ്. ആകയാൽ നമുക്ക് സമാധാനത്തിനും അന്യോന്യം ആത്മിക പരിപോഷണത്തിനും വേണ്ടി ഉറ്റുശ്രമിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തിയെ ഭക്ഷണത്തിന്റെ പേരിൽ നശിപ്പിക്കരുത്. എല്ലാ ഭക്ഷണവും ശുദ്ധമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാക്കുന്ന വസ്തു ഭക്ഷിക്കുന്നത് ദോഷം തന്നെ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരന്റെ വീഴ്ചയ്ക്കിടയാക്കുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള നിന്റെ വിശ്വാസം നീയും ദൈവവും തമ്മിലുള്ള ഒരു കാര്യമായി കരുതിക്കൊള്ളുക. താൻ അംഗീകരിക്കുന്ന കാര്യത്തിൽ തന്നെത്താൻ കുറ്റം വിധിക്കാത്തവൻ ഭാഗ്യവാൻ. സംശയത്തോടെ ഭക്ഷിക്കുന്നവനോ താൻ ഭക്ഷിക്കുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്തതിനാൽ കുറ്റക്കാരനാകുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപം തന്നെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 15. ശക്തരായ നാം അശക്തരുടെ ദൗർബല്യങ്ങൾ വഹിക്കണം. നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല വേണ്ടത്. നാം ഓരോരുത്തരും അയൽക്കാരന്റെ നന്മയ്ക്കായി അയാളുടെ ഉന്നമനം മുൻനിർത്തി അയാളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കണം. ക്രിസ്തുവും സ്വയം പ്രസാദിപ്പിച്ചില്ല. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. മുമ്പ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിനായിട്ടാണ്. സഹിഷ്ണുതയാലും തിരുവെഴുത്തുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രോത്സാഹനത്താലും നമുക്ക് പ്രത്യാശ ഉണ്ടാകുവാൻ അവ എഴുതപ്പെട്ടിരിക്കുന്നു.
സഹിഷ്ണുതയും പ്രോത്സാഹനവും നൽകുന്ന ദൈവം ക്രിസ്തു യേശുവിന് അനുരൂപരായി പരസ്പര ഐക്യത്തിൽ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ നിങ്ങൾ ഏകഹൃദയത്തോടും ഏകസ്വരത്തിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. അതുകൊണ്ട് ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്വീകരിക്കുവിൻ. ക്രിസ്തു യഹൂദരുടെ ശുശ്രൂഷകനായി തീർന്നത് പൂർവ്വപിതാക്കന്മാർക്ക് നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ ദൈവത്തിന്റെ സത്യപ്രകാരം ഉറപ്പാക്കുവാൻ മാത്രമല്ല, പിന്നെയോ വിജാതീയരും ദൈവത്തെ അവിടുത്തെ കരുണ നിമിത്തം മഹത്വീകരിക്കേണ്ടതിനാണെന്ന് ഞാൻ കീർത്തനങ്ങൾ പാടും എന്നെഴുതിയിരിക്കുന്നു. വീണ്ടും വിജാതീയരെ അവിടുത്തെ ജനത്തോട് ചേർന്ന് സന്തോഷിപ്പിൻ എന്നും വിജാതീയരായ സകലരുമേ കർത്താവിനെ സ്തുതിപ്പിൻ. സകല ജനങ്ങളും ദൈവത്തെ പുകഴ്ത്തട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെയും യെശയ്യാവ് പറയുന്നു, യിശായിയുടെ വേരിൽ നിന്ന് ജനതകളെ ഭരിപ്പാനുള്ളവൻ ഉത്ഭവിക്കും. അന്യജനസമൂഹങ്ങൾ അദ്ദേഹത്തിൽ പ്രത്യാശിക്കും. പ്രത്യാശ നൽകുന്ന ദൈവം തന്നിൽ വിശ്വാസമർപ്പിക്കുന്ന നിങ്ങളെ സകല സന്തോഷത്താലും സമാധാനത്താലും നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളിൽ പ്രത്യാശ കവിഞ്ഞൊഴുകുകയും ചെയ്യുമാറാകട്ടെ. എന്റെ സഹോദരരെ, നിങ്ങൾ തന്നെ നന്മ നിറഞ്ഞവരും പരിജ്ഞാനപൂർണരും പരസ്പരം പ്രബോധിപ്പിക്കുവാൻ സമർത്ഥരുമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുവാനെന്ന വണ്ണം ചില കാര്യങ്ങളെക്കുറിച്ച് ധൈര്യമായി ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുക എന്ന പുരോഹിത ധർമ്മത്തോടുകൂടി വിജാതീയർക്ക് ക്രിസ്തു യേശുവിന്റെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തമത്രേ അങ്ങനെ എഴുതിയത്. ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം വിജാതീയർ ദൈവത്തിന് സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടതുമായ വഴിപാടായി തീരുക എന്നതത്രേ. അതുകൊണ്ട് ദൈവത്തിനു വേണ്ടിയുള്ള എന്റെ ശുശ്രൂഷ സംബന്ധിച്ച് ക്രിസ്തു യേശുവിൽ ഞാൻ അഭിമാനിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പ്രഭാവത്തോടെ ഞാൻ സംസാരിച്ചതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ മുഖാന്തരം ദൈവത്തോടുള്ള അനുസരണത്തിലേക്ക് വിജാതീയരെ നയിക്കുവാൻ എന്നിലൂടെ ക്രിസ്തു നിർവഹിച്ച കാര്യങ്ങളെക്കുറിച്ചല്ലാതെ മറ്റൊന്നും സംസാരിക്കുവാൻ ഞാൻ മുതിരുകയില്ല. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂരിയ വരെയും ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർണ്ണമായി ഘോഷിച്ചിരിക്കുന്നു. മറ്റൊരാളിന്റെ അടിസ്ഥാനത്തിന്മേൽ ഞാൻ പണിയുന്നു എന്ന് വരാതിരിക്കാൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുക എന്നതാണ് എന്റെ അഭിവാഞ്ച. അവിടുത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ മനസ്സിലാക്കും എന്നല്ലോ എഴുതിയിരിക്കുന്നത്. ഇക്കാരണത്താലാണ് എനിക്ക് നിങ്ങളുടെ അടുത്തെത്തുന്നതിന് പലപ്പോഴും തടസ്സം നേരിട്ടത്. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കാൻ ഇനിയും സ്ഥലമൊന്നും അവശേഷിക്കാത്തതുകൊണ്ടും ഏറെ വർഷങ്ങളായി നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ടും സ്പെയിനിലേക്കുള്ള എന്റെ യാത്രാമധ്യേ ഞാൻ നിങ്ങളെ സന്ദർശിക്കുവാൻ ഉദ്ദേശിക്കുന്നു. കുറച്ചു സമയം നിങ്ങളോടുള്ള കൂട്ടായ്മയിൽ സന്തോഷിച്ചിട്ട് നിങ്ങളുടെ സഹായത്തോടെ യാത്ര തുടരാമെന്ന് ഞാൻ ആശിക്കുന്നു. എങ്കിലും ഇപ്പോൾ യെരൂശലേമിലുള്ള വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി അവിടേക്ക് പോവുകയാണ്. യെരൂശലേമിലെ വിശുദ്ധരിൽ ദരിദ്രരായവർക്ക് ഒരു സംഭാവന നൽകുവാൻ മാസിഡോണിയയിലും അഖായയിലും ഉള്ളവർക്ക് താൽപര്യമുണ്ടായി. തങ്ങളുടെ സന്മനസ്സുകൊണ്ടാണ് അവരത് ചെയ്തത്. അവർക്ക് വാസ്തവത്തിൽ അതിനുള്ള കടപ്പാടുമുണ്ട്. എന്തെന്നാൽ അവർ യഹൂദന്മാരുടെ ആത്മീയാനുഗ്രഹങ്ങളിൽ പങ്കാളികളെങ്കിൽ തങ്ങളുടെ ഭൌതികാനുഗ്രഹങ്ങൾ യഹൂദരുമായി പങ്കുവയ്ക്കുവാനും അവർക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ജോലി പൂർത്തിയാക്കുകയും ശേഖരിച്ചത് അവരെ ഏൽപ്പിക്കുകയും ചെയ്ത ശേഷം ഞാൻ സ്പെയിനിലേക്ക് പോകുന്ന വഴി നിങ്ങളെ സന്ദർശിക്കും. ഞാൻ നിങ്ങളുടെ അടുത്തെത്തുന്നത് ക്രിസ്തുവിന്റെ അനുഗ്രഹപൂർണതയോടെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ആത്മാവിലുള്ള സ്നേഹത്തിന്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എനിക്കുവേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിലൂടെ നിങ്ങൾ എന്റെ പോരാട്ടത്തിൽ എന്നോട് സഹകരിക്കണം. യഹൂദ്യയിലെ അവിശ്വാസികളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടുന്നതിനും യെരൂശലേമിലെ എന്റെ സേവനം അവിടെയുള്ള വിശുദ്ധർക്ക് സ്വീകാര്യമാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ ദൈവേഷ്ടത്താൽ ഞാൻ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളോടൊപ്പം നവോന്മേഷം പ്രാപിക്കുവാനും എനിക്കിടയാകട്ടെ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ. അപ്പോസ്തലനായ പൌലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 16. കെംക്രയ സഭയിലെ ശുശ്രൂഷകയായ നമ്മുടെ സഹോദരി ഫേബയ്ക്കു വേണ്ടി ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. വിശുദ്ധർക്ക് യോഗ്യമായ വിധത്തിൽ നിങ്ങൾ ഫേബയെ കർത്താവിന്റെ നാമത്തിൽ സ്വീകരിച്ച് നിങ്ങളിൽ നിന്ന് ആവശ്യമായേക്കാവുന്ന ഏത് സഹായവും അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എനിക്കും മറ്റു പലർക്കും അവർ വലിയ സഹായിയായിരുന്നു. ക്രിസ്തു യേശുവിൽ എന്റെ സഹപ്രവർത്തകരായ പ്രിസ്കിലയെയും അക്വിലാവിനെയും എന്റെ അഭിവാദനം അറിയിക്കുവിൻ. അവർ എനിക്കുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയവരാണ്. ഞാൻ മാത്രമല്ല, യഹൂദരുടേതല്ലാത്ത സകല സഭകളും അവരുടെ നന്ദിയുള്ളവരാണ്. അവരുടെ ഭവനത്തിൽ കൂടിവരുന്ന സഭയെയും അഭിവാദനം ചെയ്യുവിൻ. ഏഷ്യ പ്രവിശ്യയിൽ ക്രിസ്തുവിൽ ആദ്യഫലമായവനും എന്റെ പ്രിയ സ്നേഹിതനുമായ
എപ്പൈനത്തോസിന് വന്ദനം പറയണം. നിങ്ങൾക്ക് വേണ്ടി വളരെ അധ്വാനിച്ച മറിയയ്ക്ക് വന്ദനം പറയണം. എന്നോടുകൂടെ ജയിലിലുണ്ടായിരുന്ന എന്റെ ചാർച്ചക്കാരായ അന്ത്രോണിക്കോസിനെയും യൂനിയാവിനെയും അഭിവാദനം ചെയ്യുക. അവർ അപ്പോസ്തലരിൽ മികച്ചവരും എന്നേക്കാൾ മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാണ്. ഞാൻ കർത്താവിൽ സ്നേഹിക്കുന്ന അംപ്ലിയാത്തോസിന് വന്ദനം പറയുക. ക്രിസ്തുവിൽ നമ്മുടെ കൂട്ടുവേലക്കാരനായ ഉർബാനോസിനും എന്റെ പ്രിയമിത്രമായ സ്താക്കുവിനും വന്ദനം പറയണം. ക്രിസ്തുവിൽ അംഗീകാരയോഗ്യനായ അപ്പലേസിനെ അഭിവാദനം ചെയ്യുക. അരിസ്തോബുലോസിന്റെ ഭവനത്തിലുള്ളവരെ വന്ദനം ചെയ്യുക. എന്റെ ബന്ധുവായ ഹെരോദിയോന് വന്ദനം പറയുക. നർക്കിസോസിന്റെ ഭവനത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്നവരെ അഭിവാദനം ചെയ്താലും കർത്താവിൽ അത്യധ്വാനം ചെയ്യുന്ന ട്രുഫൈന, ട്രുഫോസെ എന്നീ വനിതകളെ അഭിവാദനം ചെയ്യുവിൻ. കർത്താവിനു വേണ്ടി വളരെയേറെ പ്രവർത്തിക്കുന്ന എന്റെ പ്രിയ സ്നേഹിത പെർസിസിന് വന്ദനം പറയണം. കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ റൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും അഭിവാദനം ചെയ്യുവിൻ. അസുംക്രിത്തോസിനും പ്ലഗോനും ഹെർമോസിനും പത്രോബാസിനും ഹെർമാസിനും കൂടെയുള്ള സഹോദരർക്കും വന്ദനം ചൊല്ലുക. ഫിലലോഗോസിനും യൂലിയയ്ക്കും നെരിയൂസിനും അവന്റെ സഹോദരിക്കും ഒലിമ്പാസിനും അവരുടെ കൂടെയുള്ള സകല വിശുദ്ധർക്കും വന്ദനം പറയണം. എല്ലാവരും വിശുദ്ധ ചുംബനത്താൽ പരസ്പരം അഭിവാദനം ചെയ്യുവിൻ. ക്രിസ്തുവിന്റെ സകല സഭകളും നിങ്ങൾക്ക് ആശംസകൾ അയക്കുന്നു. സഹോദരരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ഇടർച്ച വരുത്തുകയും ചെയ്യുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിർബന്ധമായി ആവശ്യപ്പെടുന്നു. അവരിൽ നിന്ന് അകന്നു നിന്നുകൊള്ളണം. അവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, സ്വന്തം വയറിനെയാണ് സേവിക്കുന്നത്. ചക്കര വാക്കും മുഖസ്തുതിയും കൊണ്ട് അവർ ശുദ്ധഗതിക്കാരുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നു. നിങ്ങളുടെ അനുസരണത്തെപ്പറ്റി എല്ലാവരും കേട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങൾ നന്മയെക്കുറിച്ച് അറിവുള്ളവരും തിന്മയെ സംബന്ധിച്ച് നിഷ്കളങ്കരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹപ്രവർത്തകനായ തിമോഥെയോസും ബന്ധുക്കളായ ലൂക്യോസും യാസോനും സോസിപത്രോസും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. ഈ ലേഖനത്തിന്റെ കൈപ്പടക്കാരനായ തെർത്യോസ് എന്ന ഞാനും കർത്താവിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. എനിക്കും ഇവിടുത്തെ സഭയ്ക്ക് മുഴുവനും ആതിഥ്യം നൽകുന്ന ഗായോസ് തന്റെ ആശംസകൾ നിങ്ങൾക്ക് അയക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നഗരത്തിലെ പൊതുമരാമത്തിന്റെ അധികാരിയായ എരസ്തോസും നമ്മുടെ സഹോദരനായ കൊർത്തോസും നിങ്ങൾക്ക് ആശംസകൾ അയക്കുന്നു. അനേക യുഗങ്ങളായി മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതുമായ മർമ്മം നിത്യദൈവത്തിന്റെ നിയോഗത്താൽ സകല ജനങ്ങൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളിലൂടെ വെളിപ്പെട്ടു. എന്റെ സുവിശേഷവും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗവും മുഖേന ഏകനും സർവജ്ഞനുമായ ദൈവത്തിന് നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുവാൻ കഴിയും. അവിടത്തേക്ക് യേശുക്രിസ്തുവിലൂടെ എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ.